ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തിൻ്റെ അവസാനത്തിൽ നിഷേധികൾ പരലോകത്തെപ്പറ്റി പുനർജീവനത്തെപ്പറ്റി പറയുമ്പോൾ അതിനെ പരിഹസിക്കുന്നവരാണെന്ന കാര്യം നാം മനസ്സിലാക്കുകയുണ്ടായി. തുടർന്നുള്ള ആയത്തിലും അല്ലാഹു തആല നിഷേധികളെ പറ്റി തന്നെയാണ് പറയുന്നത്. وَلَئِنْ أَخَّرْنَا عَنْهُمُ الْعَذَابَ إِلَى أُمَّةٍ مَّعْدُودَةٍ لَيَقُولُنَّ مَا يَحْبِسُ أَلَا يَوْمَ يَأْتِيهِمْ لَيْسَ مَصْرُوفًا عَنْهُمْ وحاق بهم ما كانوا به يستهزئون. എണ്ണപ്പെട്ട കുറഞ്ഞ കാലത്തേക്ക് അവരിൽ നിന്നും ശിക്ഷയെ നാം പിന്തിപ്പിച്ചാൽ എന്ത് കാര്യമാണ് അതിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നതെന്ന് അവർ ചോദിക്കുന്നതാണ്. അറിയുക, അത് അവരുടെ അരികിലേക്ക് വരുന്ന ദിവസം അവരിൽ നിന്നും അത് തെറ്റിക്കപ്പെടുന്നതല്ല, അവർ പരിഹസിക്കുന്ന കാര്യം അവരിൽ ഇറങ്ങുന്നതുമാണ്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധികളുടെ ഒരു ചോദ്യത്തിനുള്ള മറുപടി നൽകുകയാണ്. നിഷേധം പ്രവർത്തിക്കുന്നവർക്ക് അല്ലാഹുവിൽ നിന്നും ശക്തമായ ശിക്ഷയുണ്ടാകുമെന്ന് പ്രവാചകന്മാർ പറയുമ്പോൾ ആ ശിക്ഷ എന്തുകൊണ്ട് ഇപ്പോൾ വരുന്നില്ല, അതെന്തുകൊണ്ട് പിന്തിക്കപ്പെടുന്നുവെന്ന് അവർ ചോദിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്, ആ ശിക്ഷ നിങ്ങളിലോട്ട് വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ പ്രവർത്തനം മോശമാണെങ്കിൽ, നിങ്ങൾ ഈ രീതിയിൽ അക്രമികളായി തീരുകയാണെങ്കിൽ ഏതൊരു ശിക്ഷയാണോ നിങ്ങളുടെ മേൽ ഇറങ്ങുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, ആ ശിക്ഷ നിങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് നിങ്ങൾക്കല്പം അവധി നൽകുകയാണ്. ആ അവധിക്കുള്ളിൽ പശ്ചാത്തപിച്ച് മടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് പശ്ചാത്തപിച്ച് മടങ്ങാം. പക്ഷേ പശ്ചാത്തപിച്ച് മടങ്ങാതെ ആ നിഷേധത്തിൽ തന്നെ നിങ്ങൾ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ ആ ശിക്ഷയെ തടുക്കാൻ ആർക്കും സാധിക്കുന്നതല്ല. ആ ശിക്ഷ നിങ്ങളിലോട്ട് ഇറങ്ങുക തന്നെ ചെയ്യുമെന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഇതിന് ഉദാഹരണമായിക്കൊണ്ട് പല സംഭവങ്ങളും കഴിഞ്ഞ പല സൂറത്തുകളിൽ നാം മനസ്സിലാക്കി. പല പ്രവാചകന്മാരുടെ സംഭവങ്ങൾ കഴിഞ്ഞ സൂറത്തുകളിലെല്ലാം തുടർച്ചയായി നാം പറഞ്ഞതാണ്. ആ സംഭവങ്ങളിലെല്ലാം ആ പ്രവാചകന്മാരുടെ സമുദായം ആ പ്രവാചകന്മാരെ നിഷേധിക്കുകയും അവർക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ എവിടെ പോയി എന്ന് അവർ ചോദിക്കുമായിരുന്നു. എന്തുകൊണ്ട് അള്ളാഹു ശിക്ഷ ഇറക്കുന്നില്ല എന്ന് അവർ വെല്ലുവിളിക്കുമായിരുന്നു. എന്നാൽ അള്ളാഹു നിശ്ചയിച്ച സമയം എത്തിയപ്പോൾ ആ ശിക്ഷ അവരുടെ മേൽ ഇറങ്ങുക തന്നെ ചെയ്തു. അവരാ ശിക്ഷയെ അനുഭവിക്കേണ്ടവരായി തീരുക തന്നെ ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയെ പിന്തിപ്പിക്കുന്നത് അവൻ്റെ കരുണ കാരണത്താലാണ്. ഉടനെ ശിക്ഷിക്കാൻ അള്ളാഹുവിന് സാധിക്കും. പക്ഷേ അള്ളാഹു ശിക്ഷയെ ദീർഘിപ്പിക്കുന്നത് മനുഷ്യർക്ക് ചിന്തിക്കാനും അവർ ചെയ്ത തിന്മയിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങാനുമുള്ള അവസരം നൽകുകയാണ്. അതുകൊണ്ട് പാപികൾ ഒരിക്കലും എന്തുകൊണ്ട് ശിക്ഷ ഇറങ്ങുന്നില്ല എന്ന് വിചാരിക്കേണ്ട. അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള ശിക്ഷ അല്ലാഹു തആല അവർക്ക് നൽകുന്നതും പരീക്ഷണത്തിൽ അകപ്പെടുത്തുന്നതും ആഖിറത്തിൽ വലിയ പരാജയം അവർ നേരിടേണ്ടി വരുന്നതുമാണ്. തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു തആല മനുഷ്യരുടെ പൊതുവായ അവസ്ഥയെ പറഞ്ഞു തരികയും വിശ്വാസികൾ ആ അവസ്ഥയിൽ നിന്നും മാറണമെന്ന് കൽപ്പിക്കുകയും ചെയ്യുകയാണ്. وَلَئِنْ أَذَقْنَا الْإِنسَانَ مِنَّا رَحْمَةً ثُمَّ نَزَعْنَاهَا مِنْهُ إِنَّهُ لَيَئُوسٌ كَفُورٌ. നമ്മുടെ ഭാഗത്തു നിന്നും മനുഷ്യന് വല്ല അനുഗ്രഹവും നാം രുചിപ്പിക്കുകയും ശേഷം അതിനെ അവനിൽ നിന്നും എടുത്തു മാറ്റുകയും ചെയ്താൽ അവൻ വളരെ നിരാശനും നന്ദികെട്ടവനുമായി തീരുന്നതാണ്. وَلَئِنْ أَذَقْنَاهُ نَعْمَاءَ بَعْدَ ضَرَّاءَ مَسَّتْهُ لَيَقُولَنَّ ذهب السيئات عني إنه لفرح فخور. അവന് ബാധിച്ച പ്രയാസത്തിനു ശേഷം അനുഗ്രഹങ്ങൾ വല്ലതും അവനെ നാം രുചിപ്പിച്ചാൽ എന്നിൽ നിന്നും ബുദ്ധിമുട്ടുകളെല്ലാം പോയി കഴിഞ്ഞുവെന്ന് തീർച്ചയായും അവൻ പറയും. അങ്ങനെ അവൻ അഹന്തയോടെ സന്തോഷിക്കുന്നവനും പെരുമ പറയുന്നവനുമായി തീരുന്നു. إلا الذين صبروا وعملوا الصالحات
ഉലൈക ലഹും മഗ്ഫിറതുൻ വഅജ്റുൻ കബീർ. എന്നാൽ സഹനത മുറുകെ പിടിക്കുകയും സുഹൃതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ ഇപ്രകാരമായിരിക്കില്ല. അവർക്ക് പാപമോചനവും വലിയ പ്രതിഫലവുമുണ്ട്. ഇതിൽ ആദ്യം ഓതിയ 2 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ പൊതുവായ അവസ്ഥയെ അറിയിച്ചിരുകയാണ്. മനുഷ്യരുടെ ഒരു അവസ്ഥയാണ്, അവന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ അല്ലാഹു തആല അനുഗ്രഹം നൽകി, അതിനുശേഷം ആ അനുഗ്രഹം അവനിൽ നിന്നും പിൻവലിക്കപ്പെടുകയും ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ അവന് ഉണ്ടാവുകയും ചെയ്തു. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പൊതുവായി മനുഷ്യൻ്റെ അവസ്ഥയാണ്, അവൻ നിരാശപ്പെട്ടു പോകും, അവൻ പ്രതീക്ഷ നഷ്ടപ്പെട്ടവനായി തീരും. മുമ്പ് അള്ളാഹു അവൻ നൽകിയ അനുഗ്രഹങ്ങളെ അവൻ മറക്കും, അതിനെ നിഷേധിക്കും. എനിക്ക് അള്ളാഹു ഒന്നും നൽകിയിട്ടില്ല എന്ന് പറയും. ഇത്രയും കാലം അനുഗ്രഹത്തിലായിരുന്നു, ഇപ്പോഴാണ് ബുദ്ധിമുട്ട് വന്നത്. ആ ബുദ്ധിമുട്ട് വരുന്ന സന്ദർഭത്തിൽ മുമ്പ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെല്ലാം മറന്നു കളയുന്നതും എനിക്ക് അള്ളാഹു ഒന്നും നൽകിയിട്ടില്ല, ഞാൻ കഷ്ടപ്പാടിൽ മാത്രമാണെന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ നിരാശപ്പെട്ടു പോകുന്ന അവസ്ഥ പൊതുവെ മനുഷ്യരിലുണ്ടാകും. രണ്ടാമത്തെ മനുഷ്യരുടെ അവസ്ഥയായി രണ്ടാമതായി നാം ഓതിയ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, മറ്റൊരവസ്ഥ മനുഷ്യന് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴുള്ള അവസ്ഥയാണ്. വലിയ ബുദ്ധിമുട്ടുകൾ അല്ലാഹു ചിലപ്പോൾ മനുഷ്യർക്ക് നൽകും, പ്രയാസങ്ങൾ നൽകും. അതിനുശേഷം ആ പ്രയാസങ്ങൾ മാറ്റി അനുഗ്രഹങ്ങൾ നൽകും. ഈ അനുഗ്രഹം നൽകുന്ന സന്ദർഭത്തിൽ പൊതുവെ മനുഷ്യർ ഈ പ്രയാസം മാറ്റി അനുഗ്രഹം നൽകിയ അള്ളാഹുവിനെ ഓർക്കില്ല. നേരെ മറിച്ച് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അവൻ അഹങ്കരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. എന്നിട്ട് സ്വന്തം കഴിവുകൊണ്ടും സ്വന്തം മിടുക്കുകൊണ്ടുമാണ് എനിക്ക് ഉയർച്ച ലഭിച്ചത്, എനിക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചത് എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യും, പെരുമ നടിക്കും. ഒരിക്കലും അള്ളാഹു നൽകിയതാണെന്ന ഓർമ്മയുണ്ടാകുന്നതല്ല. ഇത് രണ്ടും മനുഷ്യരുടെ പൊതുവായ അവസ്ഥയാണ്. പ്രയാസങ്ങൾ വരുമ്പോൾ മുമ്പ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് നിരാശപ്പെടുന്ന അവസ്ഥ, അള്ളാഹു ഇതുവരെ ഒരു അനുഗ്രഹം നൽകിയിട്ടില്ല എന്ന രീതിയിൽ സംസാരിക്കുന്ന അവസ്ഥ. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് അഹങ്കരിക്കുകയും എൻ്റെ കഴിവുകൊണ്ട് ഇതെല്ലാം ലഭിച്ചു എന്ന് പറഞ്ഞ് പെരുമ നടിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇത് രണ്ടും പൊതുവെ മനുഷ്യരിലുണ്ടാവുന്ന അവസ്ഥയാണ്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ 2 അവസ്ഥകളും അവർ ജീവിതത്തിൽ നിന്നും മാറ്റണം. വിശ്വാസിയുടെ അവസ്ഥ എങ്ങനെയായിരിക്കണം, അതിനെയാണ് 3-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത്. അവർ ക്ഷമിക്കുന്നവരും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ പറ്റി പറയുകയുണ്ടായി, അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. അവരെന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ഒരിക്കലും അള്ളാഹുവിനെ മറക്കുന്നതല്ല, ഒരിക്കലും പെരുമ നടിക്കുന്നതല്ല, അഹങ്കരിക്കുന്നതല്ല. നേരെ മറിച്ച് ശക്കറ, അവൻ അള്ളാഹുവിനെ ശുക്ർ ചെയ്യും, അള്ളാഹുവിന് നന്ദി ബോധിപ്പിക്കും. എനിക്ക് അനുഗ്രഹം ലഭിച്ചത് അള്ളാഹു കാരണത്താലാണ്, അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്, എൻ്റെ കഴിവ് കൊണ്ടല്ല എന്ന് ഉറപ്പിക്കുകയും അള്ളാഹുവിനെ നന്ദി ബോധിപ്പിക്കുകയും ചെയ്യും. അവരെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഒരിക്കലും നിരാശപ്പെടുന്നതല്ല, സ്വബറ, അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കും. എനിക്ക് ഈ ബുദ്ധിമുട്ട് നൽകിയവൻ അള്ളാഹുവാണ്, അവനാണ് ഈ ബുദ്ധിമുട്ടിനെ മാറ്റിത്തരേണ്ടവനും. ക്ഷമിക്കുകയും അതിൻ്റെ പരിഹാരം അള്ളാഹുവോട് ചോദിക്കുകയും ചെയ്യും. ഒരിക്കലും നിരാശപ്പെടുന്നതല്ല. ഇതൊരു വിശ്വാസിയുടെ ഗുണമാണ്. വിശ്വാസിക്ക് പ്രയാസം വരുമ്പോൾ ആ സമയത്ത് അവൻ അള്ളാഹുവിനെ ഓർക്കും. വിശ്വാസിക്ക് അനുഗ്രഹം വരുമ്പോൾ ആ സമയത്തും അള്ളാഹുവിനെ ഓർക്കും. പ്രയാസം വരുമ്പോൾ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കും. അനുഗ്രഹങ്ങൾ വരുമ്പോൾ നന്ദി ബോധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കും. എല്ലാ അവസ്ഥകളിലും അവൻ്റെ ഹൃദയം തിരിയുന്നത് അള്ളാഹുവിലോട്ടായിരിക്കുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു തആല അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട ഒരു ഗുണമാണിത്. എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനെ ഓർക്കുക. പ്രയാസം വരുമ്പോൾ പ്രയാസത്തെ അള്ളാഹുവോട് പറഞ്ഞുകൊണ്ടെന്നെ പരിഹാരം തേടുക. സന്തോഷം വരുമ്പോൾ ഞാനല്ല ഈ സന്തോഷത്തിൻ്റെ കാരണക്കാരൻ, എനിക്ക് അള്ളാഹു നൽകിയതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുക. ഈ ഗുണം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് അള്ളാഹുവിൽ നിന്നും പാപമോചനം ഉണ്ടായിരിക്കും, അവർക്ക് ഉന്നതമായ പ്രതിഫലവും അള്ളാഹു നൽകുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു തആല അറിയിക്കുകയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, തീർച്ചയായും അള്ളാഹു തആല ക്ഷമിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമയെ ഏറെ ഇഷ്ടപ്പെടുന്നുവെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിച്ചിരിക്കുകയുണ്ടായി. ക്ഷമിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, ക്ഷമിക്കുന്നതോടൊപ്പമാണ് അള്ളാഹു തആല. അതുകൊണ്ട് ക്ഷമ എന്നുള്ളത് പ്രധാനപ്പെട്ട ഗുണമാണ്. എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണോ അതിൽ ക്ഷമിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുക, അത് വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഗുണമാണ്. ഈ ആയത്തിൽ അള്ളാഹു പറയുകയുണ്ടായി, അങ്ങനെ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതും വണ്ണമേറിയ പ്രതിഫലം അവർക്ക് അള്ളാഹു നൽകുന്നതുമാണ്. അതുപോലെ ഇവിടെ സ്വബറു വ അമിലു സ്വാലിഹാത്ത്, ക്ഷമിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞു.
ഇവിടെ സൽക്കർമ്മം ചെയ്യുക എന്നതിൻ്റെ ഉദ്ദേശം അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴും പ്രയാസമുണ്ടാവുമ്പോഴും അള്ളാഹുവിനെ മറക്കാൻ പാടില്ല. നേരെ മറിച്ച് രണ്ടവസ്ഥയിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്താണോ അതിനെ വിശ്വാസികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ അതനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട്. പാപകർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതുണ്ട്. എത്ര പ്രയാസമുണ്ടായാലും പാപത്തിലോട്ട് തിരിയാൻ പാടില്ല. നേരെ മറിച്ച് അള്ളാഹു എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പന അനുസരിച്ച് ജീവിക്കേണ്ടതുണ്ടെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു തആല അറിയിക്കുകയാണ്. ഇവിടെ സൊബർ, അമലു സ്വാലിഹാത്ത് ഈ രണ്ട് പദത്തിനും വിശാലമായ വിശദീകരണം പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. ഇവിടെ സൊബർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കലും, അമലു സ്വാലിഹാത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹു കൽപ്പിച്ച എല്ലാ കൽപ്പനകളും ജീവിതത്തിൽ കൊണ്ടുവരലുമാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അഥവാ അനുകൂല പ്രതികൂല അവസ്ഥകളിൽ അള്ളാഹു തആല വിലക്കിയ കാര്യങ്ങളിൽ നിന്നും ക്ഷമിച്ച് മാറി നിൽക്കുകയും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അല്ലാതെ പ്രയാസം വരുമ്പോൾ നിരാശപ്പെട്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ മറന്നു കളയുകയോ അനുഗ്രഹങ്ങളുണ്ടാകുമ്പോൾ അഹങ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ മറന്നു കളയുകയോ ചെയ്യാൻ പാടില്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു തആല അറിയിക്കുകയാണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.